പ്രകാശേട്ടാ, പ്രകാശേട്ടാ. എന്താ? എന്നോട് ദേഷ്യാണോ? സ്നേഹം തോന്നാൻ നീ ഇവിടെ എന്താ ചെയ്തു വെച്ചേക്കണേ? സോറി പ്രകാശേട്ടാ. നീ 2 ദിവസം മുമ്പ് ഇതേ സോറി പറഞ്ഞല്ലേ വന്നേ? എന്ത് വൃത്തിയായിട്ട് നീ ഇവിടെ കാണിച്ചു വെച്ചേ? അറിയാതെ പറ്റിപ്പോയി. ഇനി ഞാൻ നല്ല കുട്ടിയായിക്കോളാം. നീ നിന്റെ കാര്യം നോക്കി പോയേ. എന്നെ വിശ്വസിക്കൂ പ്രകാശേട്ടാ. ഇടി ഏട്ടത്തി നിന്നോട് എന്ത് ചെയ്തിട്ടാ നിനക്ക് ഇത്ര ദേഷ്യം? അത് കൊറേ കാര്യമുണ്ട്. ഒരു കാര്യം നീ പറ. അത് അങ്ങനെ എടുത്തു വെച്ചപ്പോ നിനക്കൊന്നും പറയാനില്ലല്ലേ? അവരെനിക്ക് ഇഷ്ടല്ല, അത് തന്നെ കാരണം. പോരെ, അവരുടെ സംസാരം കേൾക്കുമ്പോ തന്നെ ദേഷ്യം വരും. പിന്നെ ഒടുക്കത്തെ ഷോയും കാണുമ്പോ തന്നെ ചൊറിഞ്ഞേറും. നീ കുറച്ചു മുന്നേ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? അതുവരെ മറന്നല്ലേ? നീ നന്നായിന്നല്ലേ? നീ മാറില്ലടി. നിന്റെ മനസ്സിൽ മൊത്തം വിഷം. വേണ്ട പ്രകാശേട്ടാ, വെറുതെ അവരുടെ പേര് പറഞ്ഞ നമ്മളെന്തിനാ വഴക്കൂടുന്നേ? നിങ്ങൾക്ക് ഇപ്പൊ എന്നെ ഇഷ്ടല്ല, അത് തന്നെ കാരണം. ഇറങ്ങിപ്പോയേ. അപ്പൊ നിങ്ങൾക്ക് എന്നെ ഇഷ്ടല്ല? ഇഷ്ടല്ല. ഈ കുശുമ്പും കുത്തിത്തിരിപ്പായിട്ട് നടക്കണം നിന്നെ എങ്ങനെ ഇഷ്ടപ്പെടാനാ? പ്രകാശേട്ടാ, മര്യാദക്ക് സംസാരിക്കും. ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കല്ലേ. എനിക്ക് നിന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂ? പ്രകാശേട്ടാ, നീ വെറുതെ എന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ നിക്കല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്നെ തല്ലണോ? കയ്യൊക്കെ തരിക്കുന്നുണ്ടല്ലോ. എന്നെ തല്ലണല്ലേ? നീ മാറി കഞ്ചു. എന്നാ നിങ്ങൾ എന്നെ തല്ലിട്ട് പോയാ മതി. തല്ലി തല്ലി. അച്ഛാ, ഇറങ്ങി പോടി. എന്ത് പണിയാ പ്രകാശ് കാണിച്ചത്? അവള് ചോദിച്ച് മേടിക്കാൻ വരാം മോളെ. അതല്ല എന്തിനാ നിർത്തിയെന്ന്. ചിലപ്പോ ഒരു അടി കൊണ്ട് നന്നായെങ്കിലോ? മോള് വിഷമിക്കണ്ട, നിന്റെ അമ്മയല്ലേ, അടുത്ത അവസരം വേഗം ഉണ്ടാക്കും. ആ അവസരം പാഴാക്കരുത്. ഹലോ, നീ ഇതെവിടെയാണ്? എടീ, ഞാൻ എൻ്റെ ബിസിനസിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ടൊന്ന് ഇറങ്ങിയതാ. നീ ഇതെന്തോന്ന് കൂട്ടുകാരനാടാ? എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നീ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. നിന്നെ അങ്ങേര് വല്ലതും പറഞ്ഞോ? എന്നെ ആരൊന്നും പറഞ്ഞൊന്നുമില്ല. ഞാൻ നിന്നോട് വിളിക്കാം. ആ, ഇപ്പം എനിക്ക് മനസ്സിലായി. നിന്നെ അങ്ങേര് എന്തോ പറഞ്ഞിട്ടുണ്ട്. എടാ, ഞാൻ വിളിച്ചതേ എനിക്കൊരു ഹെൽപ്പ് വേണം നിന്നെ കൊണ്ട്. നീ എന്തായാലും ഇങ്ങോട്ടൊന്ന് വാ. ആ ശരി, ഞാൻ ഒന്ന് ഫ്രീ ആയിട്ട് വരാം. ശരി. ഇതെന്താ ഇവിടെ വെക്കണേ? അവണേ, എനിക്ക് നിന്നോടൊരു ദേഷ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ അമ്പിളി എന്താ പറഞ്ഞത്? എന്റെ ആവണി നിനക്കറിയാലോ, എനിക്ക് അവന് ഇഷ്ടമല്ല. നമ്മൾ തമ്മിൽ കോംപ്രമൈസ് ആവാൻ പോവാണ്. ഈ ഒറ്റൊരുത്തം കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണത്. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളുടെ ഇടയിലോട്ട് വരരുത്. ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അവൻ്റെ അടുത്ത്. എന്റെ കൂട്ടുകാരനോട് ഇവിടെ വരണ്ടെന്ന് പറയാൻ നിങ്ങൾ ആരാ? ഞാൻ നിന്റെ മോഹനേട്ടൻ. നിങ്ങളുടെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? ഇന്നലെ വരെ എന്നെ ദ്രോഹിച്ച് എന്റെ എക്സാം എഴുത്തും മുടക്കാൻ നോക്കിയിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ വന്ന് നിൽക്കോ? നിനക്കറിയാലോ അവണി, നമ്മൾ തമ്മിലുള്ള ആകപ്പാടുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയണത് നീ ജോലിക്ക് പോകുന്ന ആ പ്രശ്നം തീർന്ന സ്ഥിതിക്ക് നമ്മൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇനി ചെറിയൊരു കാലയളവ് നിനക്കുണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി എന്നുള്ള കാര്യം എനിക്കറിയാം. നീ വീണ്ടും പരീക്ഷ എഴുത്തെന്ന് പറഞ്ഞ് ഇറങ്ങിയ എന്റെ സ്വഭാവം മാറും. എന്തിനാ അവണി നീ വെറുതെ എൻ്റെ അമ്മയുടെ അനിയൻ്റെ എല്ലാവരുടെ മുമ്പിൽ എന്നിങ്ങനെ വില്ലനാക്കണം? ഈ ദേഷ്യവും വാശിയൊക്കെ നീ എടുത്ത് കളാ. ഞാൻ ഇല്ലേ നിന്റെ കൂടെ വാ. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോയേ. പോവാൻ ഇപ്പൊ ഞാൻ പോവാം, പക്ഷെ കറങ്ങിത്തിരിഞ്ഞ് ഞാൻ വരും. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ